ഇനി ഭരണത്തിൽ വന്നില്ലെങ്കിൽ ഈ കേരളം വീണ്ടും 50 വർഷം പിന്നോട്ട് പോകും. രാഷ്ട്രത്തിനതീതമായിട്ട് ഈ നാടിന് വേണ്ടി എന്ത് പ്രശ്നങ്ങളിലും സാധാരണക്കാരനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശശി സാർ. അതിന് ഉദാഹരണമാണ് ഈ പ്രളയം വന്ന് തകർന്ന ഈ നാട്ടിലെ ഈ റോഡുകൾ. അതുപോലെ തന്നെ ഏത് മേഖലയിലും എടുത്തു നോക്കിയാൽ എന്നാലും സജിച്ചെറിയാനെതിരായിട്ട് ഇവിടെ ജയിക്കാൻ വേറൊരാൾ ജയിക്കാൻ ചാൻസ് തീരെ കുറവാണ്. ചെറിയ നല്ല 10 വർഷത്തെ നല്ല അഭിപ്രായം, നല്ല ഭരണമായിരുന്നു. എല്ലാവരും പിന്നെ ഹോസ്പിറ്റലിലെ ഇവിടുത്തെ ചെങ്കുന്നി ഹോസ്പിറ്റലിലെ പാണനാട്ടിലെ ഹോസ്പിറ്റലിലെ അതായത് വിവിധ തരത്തിലുള്ള ഹോസ്പിറ്റലിലെ പിന്നെ വിവിധ തരത്തിലുള്ള റോഡുകളെ അത് പാലങ്ങളെ എല്ലാം പുള്ളി എല്ലാം നല്ല ആൾക്കാർ എല്ലാം നല്ല രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നാടിനായാലും വീടിനായാലും എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. യാതൊരു ഭേദമന്യേ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. ഒരുപോലെ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ട കാര്യങ്ങൾ പുള്ളിക്ക് ഒരു കേസിൻ്റെ കാര്യം പുള്ളി സഹിച്ചറിയാനാണെങ്കിലും നമുക്കെല്ലാം ശരിയാക്കി തന്നതെല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം. പിന്നെ എനിക്ക് എന്താ പറഞ്ഞാലും സാറ് മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ സജിചെറിയാൻ സാറ് വിജയിക്കും. 100%. സഹിച്ചറിയുന്ന നല്ല വ്യക്തിത്വമാണ് എല്ലാവരും ജാതി മത ഭേദം വ്യക്തിത്വം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യം ചെയ്യുന്നതല്ല. സഹിച്ചറിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല അഭിപ്രായമാണ്. ഞങ്ങളുടെ നാട്ടുകാരനാണ്, ജനങ്ങൾക്ക് ഉപകാരിയാണ്. ഞങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇവിടെ പല കാര്യങ്ങളും സഹിച്ചറിയാൻ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് സഹിച്ചറിയാൻ മന്ത്രിയായി ഇരുന്ന കാലത്ത് ഒരുപാട് കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് 2018 പ്രളയത്തിനും പുള്ളി വളരെ കാര്യമായിട്ട് ഞങ്ങളെ നോക്കിയിരുന്നു. പുള്ളി ഇത് താഴെത്തട്ടിൽ നിന്ന് വന്നൊരു മനുഷ്യനാണ്. പല ആൾക്കാരോടും യോജിച്ച് ഇടപെട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കലും ഒരു മതം നോക്കി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനല്ലത്. പ്രത്യേകിച്ച് ഒരു LDF സർക്കാരിൻ്റെ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി മത്സരിക്കാൻ താല്പര്യമുണ്ട്, തീർച്ചയായും വിജയിക്കും. വിവാദങ്ങൾ എപ്പോഴും പാർട്ടിക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. പാർട്ടി അങ്ങനെ വിവാദങ്ങളുടെ മുന്നിൽ തോറ്റു പോകുന്നതല്ല. അതിപ്പം എപ്പോഴുള്ളതാണ് വിവാദങ്ങൾ അത് പുള്ളി അത് ബാധിക്കത്തില്ല. കാരണം പുള്ളി നാടിന് വേണ്ടി വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് പുള്ളി. സഹിച്ചറിയാനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ LDF സർക്കാരിൻ്റെ? കുഴപ്പമില്ലായിരുന്നു.